കേരള മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും അധികം കാലം ഗൾഫിൽ സന്ദർശനം നടത്തിയ ആളാണ് പിണറായി വിജയൻ. 1.5 മാസം കൊണ്ട് 5 ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചു. ആളും ആരവവും ആഘോഷങ്ങളുമായി നടത്തിയ ഈ ഗൾഫ് പര്യടനത്തിൻ്റെ ബാക്കി പത്രം എന്തായിരിക്കും? ഒക്ടോബർ 16-ന് ബഹ്റൈനിൽ നിന്നും തുടക്കം. 17-ന് പ്രവാസികളെ അഭിസംബോധന ചെയ്ത് 10 വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു മുഖ്യമന്ത്രി. ഇതിനുശേഷം ഒമാനിലും ഖത്തറിലും കുവൈറ്റിലുമെല്ലാം എത്തി. 2021-ലെ തുടർഭരണവും അതിന്റെ നേട്ടങ്ങളുമാണ് എല്ലായിടത്തും പ്രധാനമായും പിണറായി പറഞ്ഞത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറിയതും ക്ഷേമ പെൻഷൻ വർധനയും ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ മാറ്റങ്ങളുമെല്ലാം എല്ലാ വേദികളിലും ആവർത്തിച്ചു. പ്രവാസി ക്ഷേമ പെൻഷനും മെഡിക്കൽ ഇൻഷുറൻസും വിട്ടുപോയില്ല. നവംബർ 9-ന് UAE തലസ്ഥാനമായ അബുദാബിയിലെ ഈ സ്വീകരണത്തിന് ശേഷം കേരളത്തിലേക്ക് മടങ്ങിയ മുഖ്യമന്ത്രി നവംബർ 30-ന് വീണ്ടും ദുബായിലെത്തി. ഡിസംബർ 1-ന് അമിറ്റി സ്കൂളിലായിരുന്നു വമ്പൻ സ്വീകരണം. കിഫ്ബി മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും EDയുടെ നോട്ടീസ് ലഭിച്ച ദിവസമായിരുന്നു പ്രവാസികളെ അഭിസംബോധന ചെയ്തത്. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കിഫ്ബിയിലായിരുന്നു ദുബായിലെ പ്രസംഗത്തിന്റെ തുടക്കം. കേരളത്തിലേക്ക് നോക്കിയാൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസന പദ്ധതികൾ കാണാമെന്ന് പേരെടുത്തു പറയാതെ കിഫ്ബിക്കുള്ള മറുപടി: നമ്മുടെ നാടിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഒരു പുതിയ സാമ്പത്തിക സ്രോതസ് കാണേണ്ടതുണ്ടായിരുന്നു. അതിനാണ് കിഫ്ബിക്ക് രൂപം കൊടുത്തത്. അതിലൂടെ പണം പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്. കിഫ്ബി രൂപീകരിച്ച ഘട്ടത്തിൽ ഞങ്ങൾ കണ്ടിരുന്നത് 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പദ്ധതികൾ ഏറ്റെടുക്കണമെന്നായിരുന്നു. പക്ഷേ 2021 ആയപ്പോൾ 50 അല്ല 62,000 കോടി രൂപയാണ് അതിലൂടെ ചെലവഴിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കേരളത്തിൽ കൊടുമ്പിരി കൊള്ളുമ്പോഴായിരുന്നു ദുബായിലെ 3 ദിവസത്തെ സന്ദർശനം. ഭരണ തുടർച്ചയ്ക്കു വേണ്ടിയുള്ള അപേക്ഷ ദുബായിലും ആവർത്തിച്ചു. മറ്റിടങ്ങളിൽ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്ന മന്ത്രി സജി ചെറിയാനും ചീഫ് സെക്രട്ടറി A ജയതിലകുമെല്ലാം ദുബായിലുമെത്തി. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി തിരിച്ചെത്തട്ടെയെന്ന് ലുലു ഗ്രൂപ്പ് ഉടമ MA യൂസഫലി ആശംസിച്ചതും ഇവിടെ വെച്ചാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയും മുഖ്യമന്ത്രിയായി തന്നെ മടങ്ങി വരാനുള്ള സാഹചര്യം. എനിക്ക് രാഷ്ട്രീയം അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ മന്ത്രിയുടെ പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ പറഞ്ഞു എന്നുള്ളൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്തെ സന്ദർശനം ഇലക്ഷൻ ഡ്രാമയെന്നാരോപിച്ച് പ്രതിപക്ഷ പ്രവാസി സംഘടനകൾ സന്ദർശനം ബഹിഷ്കരിച്ചു. ലോക കേരള സഭ മുഖ്യമന്ത്രിക്ക് സ്വീകരണം ഒരുക്കാൻ വേണ്ടി മാത്രമുള്ള സഭയായി മാറിയെന്ന് അവർ വിമർശിച്ചു. ലോക കേരള സഭ എന്ന് പറയുന്നതിൻ്റെ ആശയം തന്നെ ഇവിടെയുള്ള പ്രവാസികൾക്ക് വേണ്ടി കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള സംവിധാനമാണ്. ആ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വിമർശനങ്ങളെല്ലാം ഇടതനുകൂല പ്രവാസി സംഘടനകൾ തള്ളിക്കളയുകയാണ്. മാത്രമല്ല 3-ാം വട്ടവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയെന്ന് മന്ത്രി സജി ചെറിയാനും പ്രവാസി ഇടത് സംഘടനകളിലെ ഓരോരുത്തരും ആണയിടുകയും ചെയ്തു. പ്രവാസികൾ ഇത്രയും ഈ ഒരു കഴിഞ്ഞ 10 വർഷത്തിലാണ് ഇത്രയധികം പരിഗണിക്കപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഏറ്റവും അവസാനം വന്ന നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധിയിലെ പെൻഷൻ വർധനവ് 3,500 രൂപയാക്കി. പ്രവാസി വിഷയങ്ങളുടെ കാര്യത്തിൽ ഓരോ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ ഉന്നയിച്ചതെല്ലാം വളരെ ഗൗരവത്തിൽ അദ്ദേഹം കേട്ട് മനസ്സിലാക്കി നോട്ട് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഓരോ സന്ദർശനങ്ങളിലും അതത് സ്ഥലങ്ങളിലെ ഭരണപ്രമുഖരുമായും വ്യവസായ പ്രമുഖരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. എല്ലായിടത്തും ഓരോ തവണ മാത്രമായിരുന്നു പ്രവാസികളുമായുള്ള ഇടപെടൽ. കേരളത്തിലെ കലാസാംസ്കാരിക പ്രകടനങ്ങളുടെ വേദി കൂടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദർശന സ്ഥലങ്ങളെല്ലാം. ദുബായിൽ 2 ദിവസങ്ങളിലായി ഓർമ്മ സംഘടിപ്പിച്ച കേരളോത്സവത്തിലാണ് മുഖ്യമന്ത്രി എത്തിയത്. കേരളത്തിലെ പൂരവും ഉത്സവങ്ങളും ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു കേരളോത്സവം.
നാടിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിൽ നടക്കുമ്പോൾ നാട്ടില് എത്തിയ പോലെ ഒരു ഫീൽ ഉണ്ട്. കേരളോത്സവത്തിനെ കുറിച്ച് നമുക്ക് വലിയ അഭിപ്രായമാണ്. അതാണ് നമ്മൾ കേരളോത്സവം തന്നെ കാണാൻ വന്നത്. ഇതൊക്കെ കാണുമ്പോൾ നാട് അങ്ങ് മിസ്സാവുകയാണ്. കേരളത്തിൽ ഇത്ര ആൾക്കാരുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. എന്താ വെച്ചാൽ അത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇത് മറ്റേ കണ്ണൂർ പൂരം, അതാണ് നമ്മളെ നാട്ടിൽ ഉത്സവത്തിന് പോയ അതേ ഒരു ഫീല്. ഒരുപാട് നാട്ടുകാരെ കാണാൻ പറ്റി. കേരളത്തിന്റെ മഹാ ഉത്സവമാണ് ഇത്. നല്ല ഉഷാറായിരിക്കും. ഒരു നാട്ടിലെ ഒരു ഫീലിന് കിട്ടി. കുടമാറ്റം നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ, അപ്പം എല്ലാവരും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് അവിടെ. ഉത്സവം അടിപൊളി. തലയെടുപ്പുള്ള കൊമ്പന്മാർ മുതൽ കുടുംബശ്രീ ഹോട്ടലുകൾ വരെ ഓർമ്മയുടെ കേരളോത്സവ പറമ്പിൽ നിറഞ്ഞു. ഇവിടെ ചായയാണുള്ളത്, പിന്നെ കട്ട്ലേറ്റ് ഉണ്ട്, പഴംപൊരിയുണ്ട്, ഉന്നക്കായുണ്ട്, പൊറോട്ടയുണ്ട്, ചപ്പാത്തിയുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്. ഇല്ലാത്ത ഒന്നുമില്ല. അതാണ് കുടുംബശ്രീ. കുടുംബശ്രീയിൽ എല്ലാം ഉണ്ട്. നാട്ടിലെങ്ങനെയാണല്ലോ അതേപോലെ തന്നെ ഇവിടുത്തെ കുടുംബശ്രീയിൽ ഇല്ലാത്ത ഒന്നുമില്ല. ഫുഡ് ഐറ്റംസ് എല്ലാം. 1.5 മാസം 5 രാജ്യങ്ങൾ, ഏതാണ്ട് 15 ദിവസം. ഇങ്ങനെയൊരു സന്ദർശനം കേരളത്തിലെ മറ്റൊരു മുഖ്യമന്ത്രിയും ഗൾഫിൽ നടത്തിയിട്ടില്ല. ഇതെല്ലാം വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നോ കഴിയണമെന്നോ ആകും സർക്കാരിന്റെ സ്വാഭാവികമായ കണക്കുകൂട്ടൽ. 10 വർഷത്തെ നേട്ടങ്ങൾ എല്ലായിടത്തും ആവർത്തിച്ചതും തുടർഭരണം ഇനിയും വേണമെന്ന് പറഞ്ഞതും അതിനു തന്നെയാണ്. പക്ഷേ പ്രവാസികൾക്കുള്ള പുതിയ പദ്ധതികളോ ഭാവി പരിപാടികളോ പറയാനോ പങ്കുവെക്കാനോ ഈ സന്ദർശനത്തിൽ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞതുമില്ല.